ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഈവനിങ്ങിൽ നമുക്കൊരു സ്പെഷ്യൽ കപ്പ പുഴുങ്ങിയതും പുളിയും മുളകും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന്. നമ്മുടെ പറമ്പിൽ കപ്പ ഇന്ന് എടുത്തപ്പോൾ ഇത് ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഉണ്ടാക്കാൻ ഇറങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ഇതുണ്ടാക്കാം. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഫസ്റ്റ് കപ്പ, പിന്നെ അതിന് വേണ്ടുന്ന ഉപ്പ്, പുളിമുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വറ്റൽമുളക്, ചെറിയ ഉള്ളി, ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കപ്പ പുഴുങ്ങിയെടുക്കാം. കപ്പ നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് ഒരു കുക്കറിലാക്കി വെച്ചേക്കാണ്. ഇതിന് ആവശ്യമുള്ള ഉപ്പിട്ടതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ കേൾക്കുമ്പോഴത്തേക്കും കപ്പ വെന്തിരിക്കും. കപ്പ വേകുന്ന ടൈമിൽ നമുക്കൊരു പുളിമുളകും തയ്യാറാക്കാം. ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ആ വെളിച്ചെണ്ണയിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക്, നന്നായിട്ട് വറുത്ത് വന്ന മുളകിനെ ഒരു വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റിയെടുക്കാം. അതേ എണ്ണയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി കൂടി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വഴറ്റി കൊടുക്കും. അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മുളകും പുളിയും ഉപ്പും എല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഗ്രൈൻഡറിലേക്ക് ആദ്യം മുളക് പൊടിച്ചെടുക്കാം. വറുത്ത മുളക് വെച്ച ഉള്ളിയും ഉപ്പും പുളിയും കൂടി ചേർത്ത് അടിച്ചെടുക്കാം. ഉപ്പും വേവിക്കാൻ എളുപ്പത്തിലുള്ള പുളിയും അല്പം വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കടുതാളിച്ചെടുക്കാം. ഇത് ചീനച്ചട്ടി ഇറക്കി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിടാം. 1 സ്പൂൺ കടുക്, ഒരു പിടി തേങ്ങ ചിരകിയത്, എന്നിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഗോൾഡൻ കളറായി. ഇനി അതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന കപ്പ ഇട്ട് ഇളക്കിയെടുക്കാം. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കപ്പ ഇപ്പോൾ കറക്റ്റായിട്ട് വെന്ത് നന്നായിട്ട് കടുതാളിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കാൻ പാകത്തിന് റെഡിയാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.